പ്രിയപ്പെട്ടവരെ, ശ്യാം, മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തതോടെ നിയമ നടപടി ഭീഷണി നേരിടുന്നയാളായി രാഹുൽ ഈശ്വർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് ഹണി റോസ് നൽകിയ പരാതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണത്തിന് രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവനകൾ കാരണമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? കാര്യം രാഹുൽ ഈശ്വർ ഈ ഹണി റോസിനെതിരെ പറഞ്ഞ ഒരു വാചകവും ആ അർത്ഥത്തിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടില്ല. പകരം വേഷവിധാനത്തെക്കുറിച്ചുള്ള ക്രിറ്റിസിസം എന്ന നിലയിലാണോ പോലീസ് കാണുന്നത്? അപ്പോൾ കേസെടുക്കുന്നതിൽ പോലീസിന് ചെറിയ ആശയക്കുഴപ്പമുണ്ടോ എറണാകുളം സെൻട്രൽ പോലീസിന്? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ നടപടിക്രമങ്ങളുടെ നൂലാമാലകളിൽ പെട്ടിരിക്കുകയാണ് പോലീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇക്കാര്യത്തിൽ ഹണി റോസ് പരാതി നൽകും, രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് മാധ്യമ ചർച്ചകളിൽ പങ്കെടുത്ത രാഹുൽ ഈശ്വർ അപമാനിച്ചു എന്നതാണ് ഹണി റോസിന്റെ പരാതി. അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തന്നെ രാഹുൽ ഈശ്വറിനെതിരായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തന്നെ ഹണി റോസ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യം എന്നത് അപകീർത്തി കേസാണ് എന്നതാണ് പോലീസ് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രാഥമികമായ നിലപാട്. ഇതിൽ തൃശൂർ സ്വദേശിയായ ഒരു സലിം എന്നയാൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസ് മുന്നോട്ട് പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഹണി റോസ് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് വരട്ടെ എന്ന കാര്യമാണ് പോലീസ് അതിൽ ആലോചിക്കുന്നത്. കാരണം ഹണി റോസ് തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി. പിന്നീട് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി നൽകുമെന്ന കാര്യമാണ് ഹണി റോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹണി റോസ് പരാതി നൽകുമോ എന്നതാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇക്കാര്യത്തിൽ നോക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ തൃശൂർ സ്വദേശി സലിം നൽകിയ പരാതി അനുസരിച്ച് അപകീർത്തി കേസ് മാത്രമാണ് എടുക്കാൻ കഴിയുക. പക്ഷെ അതിൽ പോലീസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം അപകീർത്തി കേസ് എന്നത് പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 499, 500 വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ്. അത് BNS അതിന് അനുബന്ധമായ സെക്ഷൻ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകീർത്തി കേസ് ചുമത്തണമെങ്കിൽ ഇതിന് പോലീസിന് അധികാരമില്ല. അത് ആ കേസ് എടുക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് അപകീർത്തി കേസ് എടുക്കണമെങ്കിൽ തന്നെ നിരവധിയായ നടപടിക്രമങ്ങൾ കഴിഞ്ഞു വേണം അതിലേക്ക് പോവുകയും ചെയ്യാൻ. അങ്ങനെ അപകീർത്തി കേസുമായി ആരെങ്കിലും സ്വകാര്യ നിയമവുമായി ഹണി റോസ് ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഇതുവരെയും എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ മജിസ്ട്രേറ്റ് കോടതി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ ഈശ്വറിന് സമൻസ് അയക്കുക എന്ന ആ നടപടിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കേസെടുക്കുക എന്ന ആ നടപടിയിലേക്ക് എത്തുന്നത്. അതിന് ഹണി റോസ് തന്നെ നേരിട്ട് സ്വകാര്യ ന്യായം നൽകണം, മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകണം. അതിന് പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നടപടികൾ ഹണി റോസ് തന്നെ പരാതിയുമായി വരട്ടെ എന്ന നിലപാടിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതിയും രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തുടക്കത്തിൽ വരുമ്പോൾ അതിൽ കേസെടുത്തിട്ടില്ല എന്നൊരു സാങ്കേതികത്വം അതിലുണ്ട്. കാരണം കേസെടുക്കാത്തൊരു സാഹചര്യത്തിൽ അതിൽ വലിയ നിയമ നടപടി സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് 2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു കാലത്തേക്ക് ഇത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഈശ്വർ ആദ്യമേ തന്നെ ആവശ്യപ്പെടുന്നത് കേസെടുത്താൽ അറസ്റ്റ് തടയണമെന്നതാണ്. ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് ഇന്നലെ തിരിച്ചടിയാകുന്ന ഒരു കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് കേസെടുക്കാനാകുമോ എന്നത്, അല്ലെങ്കിൽ അതിന്റെ നൂലമാലകൾ, നടപടിക്രമങ്ങൾ രാഹുൽ ഈശ്വറിന് ആശ്വാസം. മാത്രമല്ല, നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലാണല്ലോ പ്രധാനമായിട്ടും രാഹുൽ ഈശ്വർ വന്ന് ഈ ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ആ വിമർശനങ്ങൾ നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ പറഞ്ഞു തുടങ്ങുന്നത് ഹണി റോസിനോട് എനിക്ക് ബഹുമാനമുണ്ട്, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഭിപ്രായങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഹെൽത്തി ക്രിറ്റിസിസമാണ് നടത്തുന്നത്. ഹെൽത്തി ഇൻ ദ സെൻസ് ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാക്ക് രാഹുൽ ഈശ്വർ നമ്മളുടെ ചർച്ചയിലും ഉപയോഗിച്ചിട്ടില്ല, മറ്റൊരു ചാനൽ ചർച്ചയിലും അങ്ങനെ അസഭ്യമായ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ രീതിയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നതാണ് പോലീസിന്റെ ഒരു ആശങ്ക. അങ്ങനെ വന്നാൽ നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് കേസ് കൊടുക്കണം? മാത്രമല്ല, അപകീർത്തി കേസിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാനും കഴിയില്ല. അത് മജിസ്ട്രേറ്റ് കോടതി വഴി വരണം. അങ്ങനെയൊരു പരാതിയാണ് ഇതുവരെയും ഹണി റോസും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നും കേസെടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അസഭ്യമായിട്ടുള്ളൊരു പദപ്രയോഗം വേണം, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു റെപ്രസെൻറ്റേഷൻ വേണം. അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വിയോജിപ്പുകളുണ്ട് രാഹുൽ ഈശ്വറിനോട്. രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായങ്ങളോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല. 100% നമ്മൾ വിയോജിച്ച് നിൽക്കുമ്പോഴും സത്യമായി തന്നെ നമ്മൾ പറയണമല്ലോ. ഏതെങ്കിലും തരത്തിൽ അസഭ്യ പദപ്രയോഗം രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ നടത്തിയിട്ടില്ല
നമ്മുടെ ചാനൽ ചർച്ചയിൽ നിന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ കണ്ട മറ്റ് മാധ്യമങ്ങളിലെ ചർച്ചകളിലും രാഹുൽ ഈശ്വർ അങ്ങനെ അസഭ്യ പദപ്രയോഗങ്ങളിലൂടെ സ്ത്രീത്വത്തെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായം രാഹുൽ ഈശ്വറിനുണ്ട്. അത് നമ്മളുടെ അഭിപ്രായമല്ല. അത് പോലീസിന് കേസെടുക്കാനും കഴിയുന്ന ഒന്നല്ലല്ലോ. നോക്കാം, പോലീസാണ് അതിൽ തീരുമാനിക്കേണ്ടത്. നിയമോപദേശത്തിന്റെ കാര്യത്തിൽ പോലീസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.